എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 18th ആണ്, ഇന്നാണ് ദുഃഖ വെള്ളിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നന്നായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എനർജി, ആ വിഷമത്തിൻ്റെ എനർജി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സോളിനും ശരിക്കും ഇങ്ങനെ പറയും, യേശു എന്ന സോൾ എടുത്തു വെച്ച കോൺട്രാക്റ്റാണ് ആ ഒരു പെയിൻ. അപ്പോൾ അത്രയും നല്ലൊരു സോളാണ്. അവരോടും ആരാളും ചെയ്തവരോടും പോലും ദേഷ്യം തോന്നിക്കാതെ അവരെയും ചിന്തിച്ചത് അവർക്ക് ഇനി കർമ്മക്കണക്ക് കിട്ടില്ല എന്നാണ്. ഇത് ഡീപ്പർ സ്പിരിച്വൽ ആയ കേട്ടോ. അപ്പോൾ അത്രയും നല്ല സോളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസവും അതിൻ്റെ രീതിയിൽ പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിന്നത്തെ എനർജി നോക്കാം. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, പക്ഷേ എങ്ങനെ വേണമെന്ന് നാം തീരുമാനിക്കണം. ചിലവർ റൺ ചെയ്ത് പോകുന്നവരുണ്ട്. ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ പേടിച്ചോടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രക്ഷപ്പെട്ടു എന്നാണോ? അല്ല, നിങ്ങൾക്ക് അടുത്ത സിറ്റുവേഷൻസ് വരും. ലൈഫിലെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അഗെയിൻ ടെസ്റ്റ് പല ആളുകളുടെ രൂപത്തിൽ സ്റ്റോറി മാറിയാലും സെയിം സംഭവത്തിന് വേണ്ടി വരും. സോ റൺ ചെയ്യാതിരിക്കുക, ഫേസ് ചെയ്യുക, ലൈഫിനെ ഫേസ് ചെയ്യുക. അവിടെ ഒരുപാട് എക്സ്പീരിയൻസസും ബിറ്റർ ട്രൂത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. ഫസ്റ്റ് കാർഡിന്റെ ഡബിൾ കാർഡ് റിവേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർക്ക് അല്ല ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് ഈവിൾ എനർജി സെൻഡ് ചെയ്യുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ എനർജി വീക്ക് ആയിട്ടുണ്ട്. കാരണം കർമ്മ ക്ലെൻസിങ്ങിൻ്റെ ഒക്കെ സമയമാണ്. ചെയ്തവർക്കുള്ള നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എനർജി വീക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളുടെ ടോക്സിക് നേച്ചർ മാറുന്നു. അവർക്ക് കുറച്ച് ക്ലാരിറ്റി ലൈഫിൽ വരുന്നു. മനുഷ്യരാവാൻ തുടങ്ങുന്നു അവർ. ഓക്കെ, കാരണം മൃഗവും ആദ്യം മനുഷ്യൻ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. യെസ്. പിന്നെ 2 of Pentacles ആണ്. 2 of Pentacles എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാനം ആടിക്കൊണ്ടിരിക്കുക. നിങ്ങളെയും വേറൊരാളെയും വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ്. അത് ഫിനാൻസ് ആയിരിക്കാം. അവരും തന്നെ ഒരു ഇംബാലൻസ് ആണ്. ബാക്കിൽ കണ്ടോ ഒരു നദി ഇങ്ങനെ ഇതിൽ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ, കാരണം എന്തുകൊണ്ടാണ്? കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. കർമ്മ ക്ലിയറൻസിന്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സ്കിന്നിലൊക്കെ റാഷസും ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ക്രൗണിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ, അല്ലെങ്കിൽ നമ്മളെ തലയിൽ എന്തൊക്കെ ഓടിക്കളിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് കർമ്മ ക്ലിയറൻസിന്റെയും DNA ഹീലിങ്ങിന്റെ സമയമാണ്. അപ്പോൾ നന്നായിട്ട് DNA ഹീലിംഗ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലിനോട് നന്ദി പറയുക. അതിന് ഏത് ഓർഗനാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അതിനോട് നന്ദി പറയുമ്പോൾ ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ, സ്കിന്ന് ബ്രീത്ത് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ മാറുമ്പോൾ പ്രോപ്പർലി നോർമലി വന്നോളൂ. അപ്പോൾ കർമ്മ ക്ലെൻസിങ് സമയമാണ്. എല്ലാവരും അത് ചെയ്യുക. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ എനർജി ആയിട്ട് പറയുന്നത് കേട്ടോ.